ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾക്കൊരു പുതിയ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ലഞ്ചിന് ചിക്കൻ കറിയായിരുന്നു. സ്പെഷ്യൽ നാടൻ ചിക്കൻ കറിയാണ്. എന്ന് വെച്ചാൽ നാടൻ കോഴി കൊണ്ടൊന്നുമല്ല. ഇതേ റെസിപ്പി നിങ്ങൾക്ക് നാടൻ കോഴി കൊണ്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ എനിക്കിവിടെ അവൈലബിൾ അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ ബ്രോയിലർ കോഴി കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ രുചി നമ്മളുടെ നാടൻ ചിക്കൻ കറിയുടെ അതേ രുചിയിൽ നമ്മുടെ നാട്ടിൽ തട്ടുകടയിലൊക്കെ കിട്ടില്ലേ, നല്ല ഗ്രേവിയോട് കൂടി നല്ല തിക്കായിട്ടുള്ളൊരു ചിക്കൻ കറി, ആ ഒരു മോഡലാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ ആദ്യമായിട്ടും എപ്പോഴും പറയുന്ന പോലെ തന്നെ ചുവട് കട്ടിയുള്ള ഒരു പാത്രം എടുത്ത് വയ്ക്കുക. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. കുറച്ച് കരിവേപ്പിലയിട്ട് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരണം തോന്നുമ്പോൾ തന്നെ അരിഞ്ഞു വച്ചിരിക്കുന്ന സവോളയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. സവോള പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് മെൻഷൻ ചെയ്തൊന്നും പറയുന്നില്ല. അപ്പോൾ നന്നായിട്ട് ഒന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റിക്കൊണ്ടേയിരിക്കുക. ഒന്ന് വഴണ്ട് തോന്നുമ്പോൾ മാത്രം ബാക്കിയുള്ള ഓരോരോ ഇൻഗ്രീഡിയൻസായിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ഉള്ളി വഴറ്റുക എന്നതാണ്. അപ്പോൾ ഉള്ളി വഴറ്റി നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റിക്കൊണ്ടേയിരിക്കുക. ഉള്ളി നേരെ വഴണ്ട് വന്നില്ലെങ്കിൽ ഈ ചിക്കൻ കറിയുടെ ഗ്രേവി നല്ല തിക്കായിട്ട് കിട്ടത്തില്ല. അതുകൊണ്ടാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് അടുത്തതായി എടുക്കാൻ പോകുന്നത് ഒരു മിക്സിയുടെ ജാറെടുത്ത്, നമ്മൾ പൊടിക്കുന്ന ജാറുണ്ടല്ലോ, അതെടുത്തിട്ട് അതിലേക്ക് കുറച്ച് പെരുംജീരകം, ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഞാൻ എടുക്കുന്നുണ്ട്. 2 കിലോ ചിക്കനാണ് ഞാൻ ഉണ്ടാക്കുന്നത്. 1/2 ടീസ്പൂൺ അളവിൽ ഞാൻ പെരുംജീരകം, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ അരച്ച പേസ്റ്റൊക്കെ കിട്ടും. അത് ഇപ്പോൾ ഇങ്ങനെ എടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേസ്റ്റ് അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ അത് എടുത്താലും മതി. പക്ഷേ നമ്മൾ പറയില്ലേ നാടൻ ചിക്കൻ കറി, ആ ഒരു ടേസ്റ്റിലൊക്കെ വരുമ്പോൾ എന്തായിരുന്നാലും ഇങ്ങനെ പൊടിച്ചെടുക്കുന്നതാണ് നല്ലത്. എൻ്റെ ഒരു അഭിപ്രായമാണ് പറഞ്ഞത്. നിങ്ങളുടെ അവൈലബിലിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് ടേസ്റ്റും മണമൊക്കെ കൂടുതലായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ എടുക്കാൻ ഞാൻ തീരുമാനിച്ചത്. അപ്പോൾ അടുത്തതായി അതൊന്ന് ചതച്ച് വച്ച ശേഷം അടുത്തതായി ചെയ്യേണ്ടത്, ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ആഡ് ചെയ്യേണ്ടതുണ്ട്. ഈ ഒരു ഘട്ടത്തിലാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഉള്ളി നന്നായിട്ട് ബ്രൗണായി വരാൻ തുടങ്ങുമ്പോൾ തന്നെ ഒരു 4 പട്ടയും ഗ്രാമ്പൂ, 4 പട്ടയെന്ന് പറയുമ്പോൾ വലിയ പീസല്ല, അതിനെ പൊട്ടിച്ച് നമ്മൾ എടുക്കില്ല, അങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസുകളായിട്ട് ഞാനത് കാണിച്ചിട്ടുണ്ട്. ഒരു 4 പീസ് പട്ട, ഒരു 4 ഗ്രാമ്പൂ, കുറച്ച് പെരുംജീരകം തന്നെ നമ്മൾ പൊടിച്ച് ചേർക്കുന്നുണ്ട്. അത് കൂടാതെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ പെരുംജീരകം, 1-2 ഏലക്ക ഒരു മണത്തിന് വേണ്ടിയിട്ട് മാത്രമായിട്ട്, അതും കൂടി ഇട്ട് കൊടുത്ത് ഉള്ളിയിട്ട് നന്നായിട്ടൊന്ന് അത് ചൂടാവുന്ന ഒരു മൂത്ത് വരുന്ന രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് ഇതൊന്ന് വഴണ്ട് വരുമ്പോഴേക്കും നമ്മൾ മിക്സിയുടെ ജാറിൽ ചതച്ച് വെച്ചിരിക്കുന്ന നമ്മളുടെ കൂട്ടുണ്ടല്ലോ, അതും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അതിൻ്റെ ഒരു പച്ചമണം പോകുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പെരുംജീരകമൊക്കെ പൊടിച്ചൊക്കെ ഒന്ന് നന്നായിട്ട് മണമൊക്കെ മാറി, പച്ചമണമൊക്കെ മാറി നന്നായിട്ട് വഴണ്ടുവന്ന് ഉറപ്പ് വരുമ്പോഴേക്കും മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ ചിക്കൻ മസാല, കുരുമുളക് പൊടി ഇതൊക്കെയാണ് നമുക്കിതിലേക്ക് വേണ്ടത്. പിന്നെ മുളക് പൊടി ഞാൻ കളറിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡർ അതും കൂടെ 1 ടീസ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഇട്ട് ഈ പൗഡറുകളുടെയൊക്കെ ഒരു പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് അതൊന്ന് ഈ ഉള്ളിയിലേക്ക് യോജിക്കുന്ന രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം. അത് നന്നായിട്ടൊന്ന് മൂത്ത് എന്ന് തോന്നുമ്പോഴേക്കും നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മളുടെ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. കുറേശ്ശെ ഇട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് ഇട്ട് കൊടുത്ത്, ഞാനൊരു വലിയ പാത്രം ആയതുകൊണ്ട് തന്നെ എനിക്കത് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല. ഞാനത് മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അതെല്ലാ ഇടത്തേക്കും നമ്മുടെ ചിക്കനിലൊക്കെ ആ ഒരു മിക്സ് എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കുക. ഇപ്പോഴൊന്നും വെള്ളമൊന്നും ഒഴിക്കരുത്. വെള്ളം ഒഴിച്ചാൽ ഇതിൽ നിന്ന് തന്നെ നമ്മൾ ചിക്കനിൽ നിന്ന് തന്നെ ആവശ്യത്തിന് വെള്ളം വന്നോളും. അപ്പോൾ നമ്മളിതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്താൽ മതിയാവും. അപ്പോൾ നന്നായിട്ട് എല്ലായിടത്തും യോജിക്കുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം. ഇത് ഇങ്ങനെ മിക്സ് ചെയ്യുന്നതിലാണ് അതിൻ്റെ രുചി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ തുടക്കത്തിൽ മിക്സ് ചെയ്യാതെ അങ്ങനെ അടച്ച് വെച്ച് കുക്ക് ചെയ്താലും സെയിം ഇതേപോലെ തന്നെ അതിന് വെള്ളമെല്ലാം വരും. പക്ഷേ എന്നാലും ഇതെല്ലാ ഭാഗത്തും ചിക്കനിലേക്ക് ചെല്ലുമ്പോൾ ആ ചിക്കൻ ചില സമയത്ത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ഒരുമാതിരി വെളുത്തുകൊണ്ട് ഇങ്ങനെ വെള്ളയായിട്ടൊക്കെ ഇരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പലപ്പോഴും. അത് നമ്മളിങ്ങനെ ഈ തുടക്കത്തിലേ മിക്സ് ചെയ്ത് കൊടുക്കാത്തതിൻ്റെ ഒരു തെറ്റുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തുടക്കത്തിലെ വെള്ളമൊന്നും കോരി ഒഴിക്കാതെ ഇങ്ങനെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് കുറച്ച് നേരം നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് അതൊന്ന് വറ്റി വരുന്നവരെ നല്ലോണം ഒന്ന് വേവിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം.
ഈ ഒരു ഘട്ടത്തിൽ തന്നെ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഈ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വേണം അടച്ച് വെച്ച് വേവിക്കാൻ. ആദ്യം ഉള്ളി ഇട്ടപ്പോൾ നമ്മൾ ശകലം ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, അത് നിങ്ങൾ മറന്നു പോകരുത്. അപ്പോൾ അതിനുള്ള അളവിൽ തന്നെ നിങ്ങൾ നോക്കിയിട്ട് ഉപ്പ് കുറവാണോ എന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. അല്ല ഞാൻ പറയുന്ന അതേ അളവിൽ നിങ്ങൾ നോക്കരുത്. നിങ്ങളുടെ രുചിയും കൂടെ അതിനകത്തുള്ള ഇതും കൂടെ നിങ്ങൾ ടേസ്റ്റ് എത്രത്തോളം നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പ് വേണം അതൊക്കെ നിങ്ങളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അത് ഞാൻ പറഞ്ഞു കൊടുത്താലും ചിലപ്പോൾ അത് ശരിയാവണമെന്നില്ല. ക്വാണ്ടിറ്റികളിൽ മാത്രമേ വ്യത്യാസം വരത്തുള്ളൂ, അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും അതിൽ നിന്നും ചിക്കനിൽ നിന്ന് വെള്ളം ഊറി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അറിയാമല്ലോ, ബ്രോയിലർ ചിക്കൻ എന്ന് പറയുമ്പോൾ എന്തായാലും വെള്ളം ഊറി വരാൻ തുടങ്ങും. അപ്പോൾ അതിനാവശ്യമായ വെള്ളം വന്ന് അതൊന്ന് വറ്റി വന്ന ശേഷം ഞാൻ അടുത്തതായി ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് തിളച്ച വെള്ളമാണ്. അല്ല ചൂട് വെള്ളം എന്നൊക്കെ പറയില്ല, നമ്മൾ ചൂട് വെള്ളം ചേർത്ത് കൊടുക്കണം. അല്ല വീണ്ടും ഈ ഒരു നല്ലൊരു വെന്ത് വന്നിരിക്കുന്ന ഈ ഒരു മിക്സിലേക്ക്, ഈ ഒരു ചിക്കൻ കറിയിലേക്ക് ഒരിക്കലും നിങ്ങൾ തണുത്ത വെള്ളം ഒഴിക്കരുത്. അത് നമ്മളുടെ ചിക്കൻ കറിയുടെ ടേസ്റ്റിനെ അങ്ങ് ഇല്ലാണ്ടാക്കുന്ന പോലെ ആയിപ്പോവും. അതുകൊണ്ട് ചൂടുവെള്ളം തന്നെ ഒഴിക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ ഈ ഒരു ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച ശേഷം ഇതിലേക്ക് കുറച്ച് ചിക്കൻ മസാലയും കൂടെ ഇട്ട് കൊടുത്ത്, ആദ്യം ഞാൻ കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്, എന്നാലും ലാസ്റ്റ് ഒന്ന് വെന്ത് വരുന്നൊരു ഘട്ടത്തിലായിരിക്കണം കുറച്ചുകൂടി ചിക്കൻ മസാല ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് തിള വന്നു, ചിക്കൻ ഒരുവിധം സെറ്റായി എന്ന് തോന്നുമ്പോൾ ഒന്നുകൂടെ ചിക്കൻ മസാല ഇട്ട് കൊടുത്ത് കുറച്ച് കുരുമുളക് പൊടിയും മേളിലിങ്ങനെ നന്നായിട്ടൊന്ന് വിതറി കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും പുതിന ഇലയും കൂടെ ചേർത്ത്, ഞാൻ മല്ലിയിലയും പുതിന ഇലയും എടുത്തിരിക്കുന്നത്, പുതിന ഇല കുറവായിരുന്നു, അതുകൊണ്ട് തന്നെ എന്നാലും അതൊരു മണത്തിന് വേണ്ടിയിട്ടും രുചിക്ക് വേണ്ടിയിട്ടും പുതിന ഇല ഇട്ട് ഉണ്ടാക്കുന്ന ചിക്കൻ കറിക്ക് കുറച്ചുകൂടെ ടേസ്റ്റ് എനിക്ക് കൂടുതലായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷേ അളവിൽ എനിക്ക് ഇത്തിരി കുറവായിരുന്നു, അതുകൊണ്ട് തന്നെ രണ്ടും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ വിചാരിച്ചേക്കാളും നല്ല ടേസ്റ്റായിട്ടാണ് ഈ ചിക്കൻ കറി എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പുതിന ഉണ്ടെങ്കിലും ഇതിനേക്കാളും കുറച്ചുകൂടെ അളവിൽ നിങ്ങൾ ഇട്ട് കൊടുക്കും. എനിക്കിവിടെ ഇല്ലാത്തതിൻ്റെ പേരാണ് ഞാൻ കുറച്ചിട്ടത്. അപ്പം പുതിനയില മല്ലിയിലയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത ശേഷം ഒരു 10 മിനിറ്റ് അടച്ച് വെച്ച് വീണ്ടും ഒന്ന് വേവിക്കുക. വേവിച്ച് നമ്മളെടുത്ത് നോക്കുമ്പോഴേക്കും കറക്റ്റ് നമ്മളുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ടാകും. നിങ്ങൾക്ക് പൊറോട്ടയുടെ, ചപ്പാത്തിയുടെ ഒപ്പം, ചോറിൻ്റെ ഒപ്പം ഒക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായം പറയാനും മറക്കരുത്.